ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ചിന് നമ്മൾ സാധാരണ നാടൻ ചോറിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയും അതുപോലെ തന്നെ നല്ലൊരു ഫ്രൈയും ആണ്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീനോ ചിക്കനോ ഒന്നും തന്നെ വേണ്ട. ഈ കറി ഉണ്ടാക്കാനും ഫ്രൈ ഉണ്ടാക്കാനും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഈ ഒരു കറിക്ക് ഒരു ചരിത്രം ഉണ്ട് കേട്ടോ. ഈ കറി കാണിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് സമീതൊക്കെ കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ എനിക്കൊരു മോശമായിട്ടാണ് തോന്നിയത്. ഈ കറി ഇപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കുക, ഇതെല്ലാവർക്കും ഇഷ്ടമാകുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. 1-2 കൊല്ലം മുന്നേ പറയുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇത് വടകര പുഴുങ്ങിയത് എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാനിത് കാണിക്കാൻ കാരണം ഇപ്പോൾ 2-3 ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് കണ്ടു ഞാൻ. അപ്പം പുഴുങ്ങിയത് മീൻ പുഴുങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ ശരിക്കുള്ള പുഴുങ്ങിയത് എന്താണെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. മീനൊന്നും വെക്കൂല. പണ്ട് ഈ കറി ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ വാങ്ങാൻ കഴിവില്ലാത്ത ആൾക്കാരും അതേപോലെ തന്നെ പെട്ടെന്ന് മീൻ കിട്ടാത്ത ആൾക്കാരും ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഈ ഒരു പുഴുങ്ങിയത് എന്ന് പറയുന്നത്. അല്ലാണ്ട് മീൻ ചേർത്ത് ഉണ്ടാക്കുന്ന കറിയല്ല. അപ്പോൾ ഈ ഒരു കറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പുഴുങ്ങിയത് എന്ന് പറയുന്നത് മീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് തെറ്റാന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ പുഴുങ്ങിയത് എന്ന് പറയുന്നത് ശരിക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പുഴുങ്ങിയത് എന്താണെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മൻ്റെ അനിയത്തി നെയ്ച്ചാണ് ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കല്. നെയ്ച്ചൻ്റെ അടുത്ത് പോയാൽ പഴയ കഥകളും ഒക്കെ കേൾക്കുകയും ചെയ്യും. നല്ല രസമാണ്, പഴയ കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നെയ്ച്ചൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഇത് പഠിച്ചത്. ഇത് വടകര മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. അവിടെ മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടതാണ്. ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമേ ഈ ഒരു കറി ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കറിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ മീനും ഇതൊന്നും ഇട്ടിട്ടുണ്ടാക്കുന്ന കറിയല്ല. അത് പണ്ട് കാലത്ത് ഇത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഇത്. അപ്പോൾ തന്നെ ഈ ഫ്രൈയും ഒരു അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ആണ് കാണിക്കുന്നത്. ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നിവിടെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം ഈ ഒരു വഴുതനങ്ങ മാത്രമാണ് കേട്ടോ. ഈ ഒരു വലിയ ടൈപ്പിലുള്ള ഒരു വഴുതനങ്ങയാണ് ഞാനൊരു പച്ചക്കറി ആയിട്ട് എടുത്തത്. വേറെ ഒന്നും വേണ്ട. വഴുതനങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഈ വലിയ ടൈപ്പിൽ വരുന്ന വഴുതനങ്ങ മാത്രമാണ് ഈ ഒരു ഫ്രൈക്ക് ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉരുണ്ടിട്ടുള്ള വഴുതനങ്ങ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇങ്ങനെയുള്ള വഴുതനങ്ങ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നാട്ടിൽ ഇതും ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ഇത് വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇതും കിട്ടുന്നത് തന്നെയാണ് നാട്ടിലും. അപ്പോൾ ഇതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. നമുക്ക് ഇതിൻ്റെ തോല് വേണ്ട. ഈ തോലൊന്ന് മെല്ലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക. കത്തി വെച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു പീലർ കൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുക എങ്ങനെയാണ്, മീൻ പൊരിക്കുന്ന പോലെ മഞ്ഞളും മസാലയും ഇതെല്ലാം തേച്ചിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കും. പക്ഷേ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് പൊരിച്ചെടുത്താലും അതിൽ കുറച്ച് എണ്ണ കുടിക്കും. അത് നിങ്ങളൊന്ന് അരിപ്പയിലിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ എണ്ണ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇത് തീരെ എണ്ണ കുടിക്കൂല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീരെ എണ്ണ കുടിക്കൂല എന്നുള്ളത്. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പീൽ ചെയ്തിട്ടുള്ള ആ ഒരു വഴുതനങ്ങയാണ്. ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ചെറിയ തടി കുറച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ വല്ലാണ്ട് നൈസും ആവണ്ട, വല്ലാണ്ട് തടിയും ആവണ്ട. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമായിരിക്കും. വല്ലാണ്ട് തിന്നുമല്ല വല്ലാണ്ട് തടിയുമല്ല, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ, ഈ ഒരു വഴുതനങ്ങൻ്റെ ഇത് പറഞ്ഞാൽ ഈ ഉള്ളിലത്തെ കുരു ഒന്നും അങ്ങനെ കറുപ്പ് കളറിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടൈപ്പിലുള്ള വഴുതനങ്ങ തന്നെ എടുക്കണം എന്നുള്ളത്. ഇതിന് ഞാനൊന്ന് രണ്ടായിട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടൊന്ന് നിങ്ങൾക്ക് നീളത്തിൽ മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ വിലങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ പകുതി മുറിച്ചിട്ട് ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ മുറിച്ച് നമുക്കിത് വെച്ചേക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിനൊരു കറ വരും. അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നേരം വെച്ചാലും ഈ വഴുതനങ്ങൻ്റെ കളറും മാറൂല. പിന്നാണെങ്കിൽ ഇതിലുള്ള ആ ഒരു കറ ഉണ്ടല്ലോ, ആ കറ മുഴുവനായിട്ട് അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മൊത്തത്തിൽ അരിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതങ്ങനെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിൽ മുങ്ങി നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ പൊന്തി വരുമല്ലോ. അപ്പോൾ അത് പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് 2 തരം കോട്ടിംഗ് വേണം. അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് നമ്മളെ ബ്രെഡ് ക്രംസ് ആണ്. റെഡിമെയ്ഡ് ആയാലും പ്രശ്നമൊന്നുമില്ല. 1/3 കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. ബ്രെഡ് ക്രംസ് അതേ സെയിം അളവ് തന്നെ മൈദ എടുക്കുക. രണ്ടും സെയിം അളവായിരിക്കണം. ഏത് കപ്പിലാണോ നിങ്ങൾ അളക്കുന്നത് ആ സെയിം കപ്പ് തന്നെ എടുത്താൽ മതി. മൈദയും ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മൂന്നും കൂടി, ആ ഒരു ഉപ്പും മൈദയും അതേപോലെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസും, അത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു കോട്ടിംഗ് ആയിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങിനുള്ള വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വേണ്ടി നമുക്കൊരു മുട്ടയാണ്. അപ്പോൾ മുട്ട ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രൈ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചോറിന് കൂട്ടാൻ വേണ്ടി മാത്രമല്ല സ്നാക്കായിട്ട് ഉപയോഗിക്കട്ടോ. 2 in 1 ആണ്. അപ്പോൾ സ്നാക്കായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്.
പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്രീമാണ്. ക്രീം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷ് ക്രീമല്ല, ഇത് ടേബിൾ ക്രീം എന്ന് പറയും. ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ക്രീമാണ്. ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. ഇനി അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താലും മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഇതിന് വരണമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ബേസിലാണ്. ബേസിൽ എന്ന് പറയുന്നത് നമ്മളെ തുളസിൻ്റെ ഇല ഉണക്കിയത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒറിഗാനോ വേണമെങ്കിൽ അത് എടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പാസ്ലി എടുക്കുക, അല്ലെങ്കിൽ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു ഫ്ലേവറിന് എന്താണോ നിങ്ങൾക്ക് ഫ്ലേവർ വേണ്ടി ആ ഒരു ഫ്ലേവറിൻ്റെ ലേശം എന്തെങ്കിലും ഒരു ഹെർബ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തപ്പം കറക്റ്റ് പാകത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലുള്ള കോട്ടിംഗ് ആണ്. അപ്പോൾ 2 കോട്ടിങ്ങിൻ്റെ സാധനങ്ങളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് കറിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പുഴുങ്ങിയ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സാധനമാണ്. കുറച്ച് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്. കറിവേപ്പില എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ, വാടിപ്പോയിന് ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 സാധനം മാത്രമാണ് നമ്മളെ ഈ ഒരു കറിക്ക് വേണ്ടിയത്. പിന്നെ വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയും ചോറുമാണ്. അപ്പം വേറെ എന്താ പറയുക, നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ മീനോ ഒന്നും തന്നെ ഇതിന് വേണ്ട. ഈ ഒരു കറി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അതിൻ്റെ ചരിത്രം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വേണ്ടിയത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ വലിയൊരു കപ്പിൽ എടുത്തതാണ്. ഇനി ഈ കറിക്ക് അങ്ങനെ ഒരു കൃത്യമായ ഒരു മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ഏകദേശം വെച്ചിട്ടെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ഉണ്ടാവും. 1.5 കപ്പ് അളവാണ് ഈ ഒരു വലിയ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ സാധാരണ പുഴുങ്ങലരി ചോറ്, അത് ഏത് ചോറായാലും പ്രശ്നമില്ല കേട്ടോ. ഏത് അരി കൊണ്ടുള്ള ചോറാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതെടുക്കുക. നെയ്ച്ചോറിൻ്റെ അരി എടുക്കരുത്, നമ്മൾ സാധാരണ പുഴുങ്ങലരി. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ രണ്ടും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഞാനിവിടെ വെള്ളക്കുറുവൻ്റെ അരിയാണ് ചോറ് വെക്കുന്നത്, അതാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ആ ചോറ് ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ തേങ്ങയും ഇട്ട് കൊടുക്കുക. ചോറും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങേൻ്റെ കപ്പിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരയാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങ ആ കപ്പിൽ നിന്ന് മുഴുവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂല്ലോ, അപ്പോൾ അതിൽ തന്നെ ഒഴിച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളത്തിനും അങ്ങനെ ഒരു കൃത്യമായ അളവൊന്നുമില്ല. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ മിക്സിക്കും എത്ര വെള്ളം ഒഴിച്ചാലാണ് നല്ല മഷി പോലെ അരക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത നല്ല മഷി പോലെ അരച്ചെടുത്ത സാധനമാണിത്. അപ്പോൾ ഇത് നമ്മളെ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുഴുങ്ങിയതിൻ്റെ തേങ്ങാക്കൂട്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് കാണിച്ചാൽ നന്നായിട്ട് അരയണം കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക, നല്ല അരഞ്ഞ് കൊണ്ടുവരണം. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് കറി വെക്കാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയിലാണ് ചെയ്യണത്. ഇപ്പോൾ ഈ കറി ഒന്നുകിൽ ഉരുളി ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ മൺചട്ടിയിൽ ചെയ്യുക കേട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ ഇതിലേക്കാണ് വെളിച്ചെണ്ണ ആണ് വെച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവാണ് കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെൽത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. കാരണം ഉലുവയാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഉലുവൻ്റെ ഫ്ലേവറാണ് വരികയും ചെയ്യുക, അതേപോലെ തന്നെ ഹെൽത്തിനും നല്ലതാണല്ലോ. അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടില്ലല്ലോ. അപ്പോൾ ആ ഉലുവ ഒന്ന് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കറുത്ത് പോണ്ട, ഒന്ന് പൊട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഞാനിപ്പോൾ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ആയതുകൊണ്ട് ഒരു 4 ഉണക്കമുളക് ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതും കൂടെ തിരിച്ച് കോരുന്നുണ്ട്. ഈ ഉണക്കമുളക് ഇടണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഉണക്കമുളക് നിർബന്ധമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കോരിയും കൂടെ മാറ്റിന്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും ആ കറിവേപ്പിലയും പച്ചമുളകും അത് 3 കൂടെ ഒന്നിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഈ കറി ഉണ്ടാക്കാൻ ആകെ 2 മിനിറ്റ് മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും സമയം വേണ്ട. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് വാടും. അല്ലാണ്ട് കളറൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഇളക്കിയപ്പോൾ റെഡിയായി. ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു കറിക്ക് വേണ്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മതി. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, തേങ്ങ മാത്രമാണ് ഇതിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ ഉപ്പ് അധികമായിട്ട് തോന്നും. കുറഞ്ഞ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ തേങ്ങാക്കൂട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങാക്കൂട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം അത് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. തിളച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറി റെഡി ആവുക. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തിളക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നേരം ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഞാൻ ആ കറിയിൽ കുറച്ച് കട്ടി തോന്നിയപ്പോൾ ഞാൻ ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം കേട്ടോ. ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുത്തതാണ്. അപ്പോൾ കണ്ടോ, ഇതിൽ തേങ്ങ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല കൊഴുപ്പാണ് ഉണ്ടാവുക. നല്ല കട്ടിയുള്ള കറിയായിരിക്കും. ഇങ്ങനെ തിള വരുന്തോറും ഇതിങ്ങനെ കട്ടിയായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു എന്താ പറയുക, തിക്കനിങ് ഏജൻ്റ് ഒന്നും ഇതിൽ ചേർക്കേണ്ടിയില്ല. ഇത് മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തിളച്ചോട്ടെ. തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറി റെഡി. ഈ കറീൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ തേങ്ങൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല വരിക.
ഇതിലുള്ള ഈ ഒരു ഉലുവൻ്റെ നല്ലൊരു ഫ്ലേവറാണ് വരിക. കയ്പ്പൊന്നല്ല കേട്ടോ, ഉലുവക്ക് കയ്പ്പാണ് സാധാരണ വരിക, പക്ഷേ കയ്പ്പൊന്നല്ല വരിക. നല്ലൊരു ഫ്ലേവറുള്ള ഈ ഒരു ചെറിയുള്ളിയും, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. ഈ ഒരു ഉലുവയും ചെറിയുള്ളിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് ഇത് തിളച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിവിടെ മൂടി വെക്കുകയാണ് കേട്ടോ. നമ്മളെ പുഴുങ്ങിയത് റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് നേരത്തെ ഞാൻ കാണിച്ച ആ ബ്രിഞ്ചാൽ കണ്ടില്ല, ഇപ്പം നേരത്തെ വെള്ളത്തിൽ ഇട്ടിച്ചപ്പോൾ അതിൻ്റെ കറ ഇളകിയത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് ഊറ്റിയെടുക്കുക. ഈ വെള്ളം നമുക്ക് വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ട് വാർത്തെടുത്ത് കൊണ്ടുവന്നതാണിത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോട്ടിങ്ങിൻ്റെ പൗഡർ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ആ പൗഡറാണ് എടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ഓരോ പീസ് നമ്മൾ വഴുതനങ്ങ എടുത്തിട്ട് അതിലൊന്ന് ആദ്യം കോട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഈ മൈദയും ഈ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ള ഈ ഒരു മിക്സിലാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് എല്ലായിടത്തും ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തട്ടെ. ഇതിൻ്റെ സൈഡും 4 ഭാഗത്തുള്ള സൈഡും അതുപോലെ തന്നെ നടുവിലൊക്കെ ഈ ഒരു പൊടി ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. ഇതിന് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യണമെന്നില്ല, എല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലെടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വഴുതനങ്ങയിൽ ഇനി വെള്ളം വരികയില്ല, തീരെ വരില്ല. ആ വരുന്ന വെള്ളം ഈ ഒരു ഇതങ്ങ് കുടിച്ചെടുത്തോളും. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ, എനിക്ക് ഇത്രേ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് അളവ് തന്നെയാണ്. ഇത്രയും അളവ് എടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത കോട്ടിങ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ, ഇപ്പം ചേർക്കരുത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ട് നമ്മൾ എടുത്ത് അരിയത്ത് വെക്കുക, എന്നിട്ട് അടുത്ത് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ ഓരോന്നും എടുക്കുക. എന്നിട്ട് ഈ മുട്ടൻ്റെ കൂട്ടിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് പൊരിക്കുക. തീ ചെറുതാവാനും പാടില്ല, വലുതാവാനും പാടില്ല കേട്ടോ. മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രൈൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ, വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം നമ്മൾ എത്ര എണ്ണ ഒഴിച്ച് കൊടുത്താൽ ആ എണ്ണ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ നല്ലോണം എണ്ണ കുടിക്കുന്ന സാധനമാണ് ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. എങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ നല്ലോണം എണ്ണ കുടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തീരെ എണ്ണ കുടിക്കാത്ത ഒരു സ്റ്റൈലാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് പൊരിച്ച് കോരിയിട്ട് ഞാൻ കാണിച്ചു തരാം എണ്ണൻ്റെ അളവും, അതേപോലെ തന്നെ ഇതിൽ എണ്ണ കുടിച്ചില്ല എന്നുള്ളതും. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കറി ചോറിന് വേണ്ടി മാത്രമല്ല, വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. ഇതിപ്പോൾ മീനിന് പകരം ഇറച്ചിക്ക് പകരം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. മീനിൻ്റെ ടേസ്റ്റോ ഇറച്ചിൻ്റെ ടേസ്റ്റോ ഒന്നുമല്ല. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഓംലെറ്റ് ഇല്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ സാധാരണ നമ്മൾ പൊതിച്ചോറിലൊക്കെ തിന്നുന്ന സാധനമല്ലേ ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട ഓംലെറ്റിൻ്റെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിനുണ്ടാവുക. പിന്നെ ഇത് 4 മണിക്ക് നമ്മളെ ചായൻ്റെ കൂടെ ആയിട്ട് നിങ്ങൾ സ്നാക്കായിട്ടാണ് കഴിക്കണമെങ്കിൽ അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് എന്താ വരികയെന്ന് പറയും. നമ്മൾ ബജ്ജി ഇല്ലേ, നമ്മളെ ബജ്ജി മുളക്, അതുപോലെ തന്നെ മുളക് വെച്ചിട്ട് മാത്രമല്ല ഒരുപാട് തരം ബജ്ജികൾ നമ്മൾ കഴിക്കുന്നില്ല, ആ ഒരു ബജ്ജിൻ്റെ ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ രണ്ടായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്നാക്കായിട്ട് കഴിക്കാനും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും രണ്ടും അടിപൊളിയാണ്. അപ്പോൾ അത് ഓരോ ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തീ വല്ലാണ്ട് കുറഞ്ഞു പോകാനും പാടില്ല, തീ വല്ലാണ്ട് കൂടി പോകാനും പാടില്ല. കാരണം ഉള്ളിലുള്ള വഴുതനങ്ങ പൊരിയേം വേണം, അതേപോലെ തന്നെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യത്തെ 2 കൊണ്ട് കോരുകയാണ്. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പുറത്ത് ഈ ഒരു മുട്ടൻ്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് ഒരു തുള്ളി എണ്ണ പോലും ഇത് വലിച്ചെടുക്കൂല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടിഷ്യൂലാണ് ഇതിപ്പോൾ കോരിയിടുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ മറ്റേ കുറച്ച് തടിയുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഈ 2 കൂടി കോരി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. എണ്ണ കുടിച്ചോണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ അതാ കോരി മാറ്റിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മേലെ എണ്ണ ഉണ്ടോ, എണ്ണ കുടിച്ചണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ നമ്മൾ മനസ്സിലാവും. സാധാരണ വഴുതനങ്ങ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി, എണ്ണ ഇങ്ങനെ ഒലിക്കും അതിൽ നിന്ന്. അപ്പോൾ ഇത് അങ്ങനെ തീരെ എണ്ണ ഉള്ളിലേക്ക് പോകാത്തൊരു സാധനമാണിത്. ഈ ഒരു രീതിയിൽ ട്രൈ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എരിവും പുളിയൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ മസാലകൾ കൂട്ടി കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഫ്രൈ ഞാനിവിടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിയും, ആ കറി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ മേലെ ഇത് ഇട്ടുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ശരിക്കുള്ള നമ്മളെ പുഴുങ്ങിയത് എന്ന് പറയുന്നത്. ഇപ്പം വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പുഴുങ്ങിയെന്ന് പറയുന്നത് അവർ മീൻ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഞങ്ങളെ ഭാഗത്തേക്ക് വടകര ഉള്ള പുഴുങ്ങിയത് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇത് നവീകരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുതിയ രൂപങ്ങളാണ് മീൻ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ. എല്ലാവരും ചെയ്യുന്നുണ്ട്. മീൻ വെച്ചിട്ടും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കറിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു കറി എന്നുള്ള ഒരു ഇതാണ് ഈ ഒരു പുഴുങ്ങിയത് എന്ന് പറയുന്നത്.
പിന്നെ ഈ ഫ്രൈ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ തീരെ എണ്ണയൊന്നും കുടിക്കില്ല. 2 തരത്തിൽ തിന്നാൻ പറ്റുന്ന സാധനമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ വൈകുന്നേരത്തെ സ്നാക്കായിട്ടും 2 രീതിയിലും കഴിക്കുക. രണ്ടും നല്ല ടേസ്റ്റിയാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്കിത്. എണ്ണ ഉള്ളിലേക്ക് കയറിയണോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലോ. അപ്പോൾ ഞാനൊന്ന് മുറിച്ചിട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ നോക്ക്. ഉള്ളിലുള്ള ആ ഒരു വഴുതനങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലൊരു തുള്ളി എണ്ണ പോലും ഉള്ളോട്ട് കയറിയിട്ടില്ല. കാരണം പുറം ഭാഗം ആ ഒരു കോട്ടിങ്ങിലാണ് ഉള്ളത്. കണ്ടോ, നമ്മളൊരു കട്ട്ലേറ്റൊക്കെ പൊരിക്കുന്ന പോലത്തെ നല്ലൊരു കോട്ടിങ് പുറം ഭാഗത്തുണ്ട്. നെഗറ്റ്സൊക്കെ പോലെ, കട്ട്ലേറ്റ് അല്ല, നെഗറ്റ്സൊക്കെ പോലെ ഒരു കോട്ടിങ് പുറത്തുണ്ടാവും. ഉള്ളിലുള്ള വഴുതനങ്ങൻ്റെ മേലേക്ക് തീരെ എണ്ണ പോലും വരില്ല. അപ്പോൾ കണ്ടല്ലോ, ഇന്ന് കാണിച്ച ഈ 2 ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.